അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നാം ആയിരിക്കുന്നിടങ്ങളിൽ നിശ്ചയമായും ഈ ദൈവിക സന്ദേശം നമുക്കൊരനുഗ്രഹമായിരിക്കും. ഓരോ സമയങ്ങളും നാം ആയിരിക്കുന്ന അനുഭവങ്ങളെ ഉദ്ധരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുവാൻ നൽകുന്ന നല്ല ആലോചനകളെ ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക. ഈ സന്ദേശവും നിങ്ങൾക്ക് അപ്രകാരം അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഏറി വരുന്ന സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ബലം നഷ്ടപ്പെട്ട് ധൈര്യം ക്ഷയിച്ച് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ ആയിത്തീരുന്ന അനുഭവങ്ങളിൽ കൂടെ നമ്മളിൽ ഏറെക്കുറെ പേരും കടന്നു പോകാറുണ്ട്. ധൈര്യശാലികളായിരിക്കാം ഒരുപക്ഷെ നാം, ബലശാലികളായിരിക്കാം ഒരുപക്ഷെ നാം. പക്ഷെ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയും, നമ്മുടെ ബലത്തെ ചോർത്തിക്കളയും. മോശ എന്ന് പറയുന്ന ഭക്തനെ വേഗത്തിൽ നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഇൻസിഡൻറ്റ്, ഒരു വലിയ സംഭവത്തിൻ്റെ അകത്ത് നിന്ന് ഏറെക്കുറെ നാളുകൾ താൻ പുറത്തു വരാൻ ഒന്നായി പാടുപെടുകയുണ്ടായി. തൻ്റെ അകത്ത് വല്ലാത്തൊരു ഭയം വെളിപ്പെട്ടു വന്നപ്പോൾ മിസ്രൈമിൽ നിന്ന് ഓടി താൻ മാറുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ധൈര്യശാലികളായ പലരും പല പ്രതിസന്ധികളുടെ മുമ്പിൽ ബലം നഷ്ടപ്പെട്ട് ധൈര്യം നഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. പക്ഷേ ഈ സന്ദേശം നിങ്ങളോട് ഞാൻ കൈമാറുന്നത്, നിങ്ങൾ എത്ര ധൈര്യമില്ലാതെ ബലമില്ലാതെ ക്ഷീണിച്ച് ഈ സന്ദേശം കേൾക്കുകയാണെങ്കിലും ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളുടെ മേൽ കൈമാറുന്ന ഒരു വലിയ ബലത്തെ, ഒരു വലിയ ധൈര്യത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരാൻ പോവുകയാണ്. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചന ഭാഗത്തേക്ക് നാം വരുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു: അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും കാണത്തക്ക നിലവാരത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കത്തക്ക നിലവാരത്തിൽ പത്രോസിലും യോഹന്നാനിലും ഒരു ധൈര്യം വെളിപ്പെട്ടു വരാനിടയായി. അതെ, ഞാൻ ഈ ദൂത് നിങ്ങളോട് പറയുന്നത്, മറ്റുള്ളവർ ഇന്നലകളിൽ നിങ്ങൾ അധൈര്യപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഭീരുവായത്, മോടിപ്പോകുവാൻ നിരാശയോടെ ഭയപ്പെട്ട വിഷയങ്ങൾ, ഭയപ്പെടുത്തിയ ഇടങ്ങൾ, പക്ഷേ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ദൈവാത്മാവിനോട് പറയുന്നത്, നിങ്ങളെ ഭയപ്പെടുത്തിയത് ആരോ അവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന അസാധാരണമായൊരു ധൈര്യത്തെ മറ്റുള്ളവർ കാണാൻ പോവുകയാണ്. യെസ്, നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട, ഒരു പക്ഷേ പത്രോസ് യോഹന്നാനും തങ്ങളുടെ മേലുള്ള ധൈര്യത്തിൻ്റെ വ്യാപ്തി എത്രയെന്നൊരു പക്ഷേ അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ഒന്ന് നിങ്ങൾ തിരിച്ചറിയണം, തങ്ങളെ കാണുന്നവർക്കൊരു കാര്യം മനസ്സിലായി, ഇവരുടെ മേൽ അസാധാരണമായ ഒരു ധൈര്യം വ്യാപരിക്കുന്നുണ്ട്. അതെ, നിങ്ങളെ ഭയപ്പെടുത്തുവാൻ, നിങ്ങളെ പേടിപ്പിക്കുവാൻ, നിങ്ങളെ ഇല്ലാതാക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ ശത്രുവിന് കഴിയാത്ത നിലവാരത്തിൽ അസാധാരണമായ ഉയരത്തിലെ ഒരു ബലത്തെ, ധൈര്യത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങൾക്ക് കൈമാറാൻ പോകുകയാണ്. യെസ്, ബൈബിൾ പറയുന്നു, പത്രോസിൻ്റെ യോഹന്നാൻ്റെ ധൈര്യം അവർ കാണുകയുണ്ടായി. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പരശുശ്രൂഷ കാലയളവിൽ യേശു കർത്താവ് ക്രൂശ് മരണം വരിക്കുന്നതിൻ്റെ അല്പം മുമ്പ് നിമിഷങ്ങളിൽ, യെസ്, ലാസർ മരിച്ചു, അടക്കപ്പെട്ടു. അവൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നാം പഠിക്കുമ്പോൾ യഹൂദന്മാരാൽ വല്ലാതെ ആക്രമിക്കപ്പെടുമെന്ന ഭയം ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ലാസറിനെ ഉയർപ്പിക്കാനായി യേശു ബഥാനിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, തോമസും കൂടെ മറ്റ് ശിഷ്യന്മാരും പറയുണ്ടായി, അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം. കാരണം യഹൂദന്മാർ വല്ലാതെ ഇളകി നിൽക്കുകയാണ്. യേശു സ്നേഹിച്ച ലാസറിന്റെ ഭവനത്തിൽ അവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചിട്ട് പോലും യേശു അവിടേക്ക് വന്നില്ല. യേശു വരുമെന്ന് കാത്തിരുന്നു. പക്ഷേ യേശു വരാത്തതിൻ്റെ അമർഷം നിമിത്തം അവർ വല്ലാതെ ഇളകി നിൽക്കുകയാണ്. 4 ദിവസമായപ്പോൾ യേശു അവിടേക്ക് വരികയുണ്ടായി. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു വലിയ ദൈവപ്രവൃത്തി, മരിച്ചവൻ കല്ലറയിൽ നിന്ന് പുറത്തു വരാനിടയായി. ആ വലിയ ദൈവിക മഹത്വം ആ പട്ടണത്തിൽ വെളിപ്പെട്ടപ്പോൾ ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്കും അറിയാം പ്രിയപ്പെട്ടവരെ. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മരണത്തിൽ നിന്ന് യേശു വിളിച്ച് ജീവനിലേക്ക് മടങ്ങി വന്ന ലാസറിനെ കൊല്ലണമെന്ന് പോലും ചിന്തിക്കത്തക്ക നിലവാരത്തിൽ യഹൂദന്മാരുടെ ഉള്ളിൽ വലിയ കോപം ജനിക്കുവാനിടയായി.
യേശുവിൻ നാമത്തിൽ ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ വ്യക്തികൾ നിങ്ങളെ ഇല്ലാതാക്കുവാൻ ശക്തിയോടെ വെല്ലുവിളിച്ച് നിന്നാലും ഒരു സന്ദേശം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ദൈവപ്രവൃത്തിയെ തടുക്കുവാൻ ഒരു കാലത്തും ഒരു ശക്തിക്കും ഒരിടത്തും കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലാസറിനെ മാത്രമല്ല, യേശുവിനെ മാത്രമല്ല, അല്ലെങ്കിൽ യേശുവിനെയും ലാസറിനെയും കൊല്ലണം. അതുവരെ യേശുവിനെ കൊല്ലണം, യേശുവിനെ ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് വന്ന യഹൂദന്മാർ ഈ ഒരു ദൈവപ്രവൃത്തി ബഥാനിയിൽ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ചിന്ത, അല്ലെങ്കിൽ അവരുടെ ടാർജറ്റിനകത്തേക്ക് ലാസർ കൂടെ വരുവാനിടയായി. സ്തോത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെയും ലാസറിനെയും ഇല്ലാതാക്കത്തക്ക നിലവാരത്തിൽ യഹൂദന്മാർ കോപത്തോടെ ആ നാളുകളിൽ എഴുന്നേൽക്കുവാനിടയായി. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിക്കോദീമോസിനെ കുറിച്ച്. അവൻ യഹൂദന്മാരെ ഭയപ്പെട്ട് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുവിൻ്റെ അടുത്ത രഹസ്യ ശിഷ്യനായിരുന്നു അരിമത്യയിലെ യോസഫ്. മന്ത്രിയായിരുന്ന അരിമത്യയിലെ യോസഫും യഹൂദന്മാരെ ഭയപ്പെട്ടു എന്ന് യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ യഹൂദന്മാരാൽ ഭയം, അല്ലെങ്കിൽ യഹൂദന്മാരാൽ ഒരു വലിയ പീഡ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ കൂടെ നമ്മുടെ ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ കടന്നു പോകുവാൻ തുടങ്ങുകയാണ്. അതെപ്പോഴെന്ന് ചോദിച്ചാൽ ഗദസമനയിൽ യേശു കർത്താവും ശിഷ്യന്മാരും അല്ലെങ്കിൽ ഒലിവുമലയിൽ പ്രാർത്ഥിച്ച് അവർ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്കറിയാം യേശുവിനെ പിടിക്കപ്പെടുന്ന രാത്രി അവിടെ സംഭവിച്ചത് ഇടയനെ വിട്ടുമ്പോൾ ആട് ചിതറുന്നത് പോലെ ശിഷ്യന്മാർ നാടുവശത്തേക്ക് ചിതറുവാനിടയായി. പിന്നത്തേതിൽ അവർക്കുണ്ടായ ആ വലിയ ഭയത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിയാതെ വല്ലാത്ത നിരാശയിൽ അവരായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു കർത്താവിൻ്റെ ഉയർപ്പ് വരെ, യേശു കർത്താവ് കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നത് വരെ വല്ലാത്ത ഭയത്തിലായിരുന്നു ശിഷ്യന്മാർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ ഇപ്രകാരം അറിയാം, യേശു കർത്താവ് അവരുടെ അടുക്കിലേക്ക് വരുന്ന നിമിഷങ്ങളിൽ പോലും യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ച് ഇരുന്ന ഒരു ശിഷ്യഗണത്തിൻ്റെ നടുവിലേക്കാണ് യേശു കർത്താവ് വെളിപ്പെട്ടു വന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചറിയണം എത്രമാത്രം ഭയം അവരുടെ ഉള്ളിൽ, അതെ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ പ്രഭാതയാമത്തിൽ യേശുവിൻ്റെ കല്ലറയിലേക്ക് പുറപ്പെടുവാൻ തീരുമാനിച്ച സഹോദരിമാർ, അപ്പോഴൊക്കെ ഞാൻ ചോദിക്കട്ടെ, ശിഷ്യന്മാർ എവിടെയായിരുന്നു? യഹൂദന്മാരെ പേടിച്ച് യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ 20-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. 19-ാം വാക്യം, യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചവരിരുന്നു. അതിന് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 26-ാമത്തെ വാക്യം, വാതിൽ അടച്ചിരിക്കെ. അപ്പോൾ പലപ്പോഴും ഭയത്തിൻ്റെ ഒരാത്മാവ് ശിഷ്യന്മാരുടെ ഉള്ളിൽ വല്ലാതെ വെളിപ്പെടുവാനിടയായി. യേശു കർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ആ യേശു കർത്താവിൻ്റെ മരണ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ആ പിടിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ സംഭവിച്ച സംഭവങ്ങൾ അവർക്കൊരിക്കലും ഓർക്കുവാൻ താല്പര്യമില്ല. അത്രമാത്രം പീഡയിൽ കൂടെ കോടതികൾ മാറി മാറി വിസ്തരിച്ച് കടന്നു പോകുന്ന തങ്ങളുടെ നേതാവ്, തങ്ങളുടെ യേശു, തങ്ങളുടെ അരിമനാഥൻ, ആ കർത്താവിനെ വിട്ടുപിരിയുവാൻ മനസ്സോടല്ലെങ്കിലും അവർ തയ്യാറാകേണ്ടതായി വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പലവിധമായ ഭയത്തിൻ്റെതായ ആത്മാവ് നിങ്ങളുടെ അകത്തൊരു പക്ഷേ കയറി കാണും. അത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില ഇൻസിഡന്റ്, ചില സംഭവങ്ങളാകാം, നിങ്ങൾ കണ്ട ചില കാഴ്ചകളാകാം, നിങ്ങൾ കടന്നു പോകേണ്ടതായി വന്ന ചില പ്രശ്നങ്ങളാകാം, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില പ്രതിസന്ധികളുടെ മണിക്കൂറുകളാകാം. പക്ഷേ അതിൻ്റെ അകത്തു നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ യേശു കർത്താവ് ശക്തനെന്ന് പറയുവാനാണ് ഈ സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിഷയത്തിൻ്റെ അകത്ത് ഒരു പക്ഷേ നിങ്ങൾ ഭയപ്പെട്ടു പോയെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് ഈ നിമിഷം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഭവനം വിട്ട് മരണത്തെ ഭയപ്പെട്ട് ഓടിയ ഒരു യാക്കോബിനെ നിങ്ങൾക്കറിയാം. ആ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഭയത്തെ പുറത്താക്കിയത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ഭയം, ധൈര്യമില്ലാതെ ആക്കി തീർത്ത നിങ്ങളുടെ ജീവിതാനുഭവം, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പല മേഖലകളിൽ നിന്നും ഓടിപ്പോ
പോകേണ്ടതായി വന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങളെ ഓർത്ത് നെടുവീർപ്പിടുന്ന ചിലരോടാണ് ഈ സന്ദേശം പറയുന്നത്. ഈ ദൂത് ആത്മാവിൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ ഭയത്തിൻ്റെ ആ ആത്മാവ് നിങ്ങളുടെ അകത്ത് നിന്ന് എന്നേക്കുമായി പുറത്തു പോകുക. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ നിലവിളിച്ചു. ആരോട്? എൻ്റെ കർത്താവിനോട് നിലവിളിച്ചു. ഞാൻ നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അവൻ എൻ്റെ ഉള്ളിൽ ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തിനോടൊക്കെയോ പൊരുതുവാൻ, എന്തിനോടൊക്കെയോ പോരാടുവാൻ, എന്തിനോടൊക്കെ നേരിടത്തക്ക നിലയിൽ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഈ നിമിഷം നിങ്ങളെ തൊടാൻ പോകുക. അതേ പ്രിയപ്പെട്ടവരെ, ആ യാബോക്കിൻ്റെ കടവിൽ ഏശാവിനോട് നേരിടത്തക്ക നിലയിൽ ഒരു യാക്കോബിനെ സജ്ജനാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ മിസ്രൈമിലേക്ക് കടന്നു പോകത്തക്ക നിലയിൽ, ഫറവോനോട് മുമ്പിൽ നിന്ന് സംസാരിക്കത്തക്ക നിലയിൽ മോശയെ സജ്ജനാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ നിങ്ങൾ എന്തിനെ ഭയപ്പെട്ടുവോ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലുക മാത്രമല്ല, നിന്നെ ഭയപ്പെടുത്തിയ മേഖലകളിൽ ഉറപ്പോടെ നിൽക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളെ തൊടുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്? വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ പോലും അവർ ഭയത്തോടെയായിരുന്നു. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട ഞാനാകുന്നു, ഭയപ്പെടേണ്ട ഞാനാകുന്നു. 4-ാമത്തിൽ നടുക്കടലിൽ നടന്ന് യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോഴും അവരോട് ഉച്ചത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട ഞാനാകുന്നു. ശിഷ്യന്മാരുടെ ഉള്ളിൽ കിടക്കുന്ന എവിടെയോ കിടക്കുന്ന ഭയത്തെ കണ്ട് യേശു പറയാ, ഭയപ്പെടേണ്ട. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം കിടക്കുകയാ. അതേ സഹോദര, നീ പരീക്ഷയാണോ ഭയപ്പെടുന്നത്? കുടുംബജീവിതത്തെ, ജോലിയെ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴികളെ, ഭാവിയെ, ഞാൻ എന്തായിത്തീരും, എങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും, എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ ഭാവി എന്തായിത്തീരും? ഭയത്തോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ നിനക്ക് കൈമാറുന്നത് നിന്നെ ഉറപ്പുള്ളവനാക്കുവാൻ, നിന്നെ ധൈര്യശാലിയാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന്. യെസ്, വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു ഭയപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാർ. അതേ പ്രിയപ്പെട്ടവരെ, നിക്കോദീമോസിനെ നിങ്ങൾക്കറിയാം. രാത്രിയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന നിക്കോദീമോസ്, അരിമത്തിലെ മന്ത്രിയായ യോസഫിനെ നിങ്ങൾക്കറിയാം. ഇവർ രണ്ടുപേരും യേശുവിൻ്റെ രഹസ്യത്തിലെ ശിഷ്യന്മാരായിരുന്നു. യഹൂദന്മാരെ ഭയപ്പെടത്തക്ക നിലവാരത്തിൽ ഇവരുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും യേശുവിനെ സ്നേഹിച്ചു. പക്ഷേ യഹൂദന്മാരെ ഭയപ്പെട്ട് പ്രത്യക്ഷമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞില്ല. ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു വരാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, സാമുദായിക സംഘടനകളുടെ ബന്ധനങ്ങളുടെ അകത്ത് പലതിനെ ഭയപ്പെട്ട്, പല വ്യക്തികളെ ഭയപ്പെട്ട് ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയായി ഈ ദൂത് കേൾക്കുമ്പോൾ നീ ആയിരിക്കുന്നെങ്കിൽ ഒന്ന് ഞാൻ ആത്മാവിൽ പറയാം. യേശു കർത്താവിൻ്റെ ക്രൂശീകരണം കഴിയുമ്പോൾ ആ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവിൻ്റെ ആ ശവശരീരം ചോദിക്കുവാൻ ഭയമില്ലാതെ പുറത്തു വന്ന അരിമത്തിലെ ഒരു യോസഫിനെ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, എന്തിനെ നീ ഭയപ്പെട്ടോ? ആ മേഖലകളെ ജയിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഈ നിമിഷം നിന്നെ തൊടാൻ പോകുക. അതേ പ്രിയപ്പെട്ടവരെ, ഭയം തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അരിമത്തിലെ യോസഫിൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. നിക്കോദീമോസ് യഹൂദന്മാരെ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഈ രണ്ടു വ്യക്തികളും യേശു കർത്താവിനെ കല്ലറയിലേക്ക് ആക്കുവാൻ ഒരുമിച്ച് വന്നതുപോലെ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അകത്ത് ഭയങ്ങൾ മാറി അസാധാരണമായ ധൈര്യത്തെ, ബലത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരോട് പറയുക, പിതാവിനോട് കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ പ്രാപിപ്പാൻ യെരൂശലേം വിട്ട് നിങ്ങൾ പോകാതെ ഇരിക്കണം. അതായത് നിങ്ങൾ യെരൂശലേമിൽ തന്നെ നിങ്ങൾ ഇരിക്കണം. യെരൂശലേമിൽ തന്നെ ഇരിക്കണമെന്ന ദൈവത്തിൻ്റെ ആ കൽപ്പന അല്ലെങ്കിൽ ആ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് യേശുവിൻ്റെ വാക്ക് അനുസരിച്ച് അവർ മടങ്ങി വരുമ്പോൾ, ഈ ഒലിവുമലയിൽ നിന്ന് അവർ മടങ്ങി വന്ന് അവർ ഒരുമിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, വിശുദ്ധ ബൈബിൾ പറയുന്നു, മർക്കോസിൻ്റെ മാളിക മുറിയിൽ കൊടിയെ കാറ്റടിക്കുന്ന പോലെ അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന
കേട്ടുകൊണ്ടിരിക്കുന്ന നാവ് പോലെ അവരുടെ ഇടയിൽ വെളിപ്പെട്ടു വരാനിടയായി. അവരുടെ ഇടയിൽ വെളിപ്പെടുക മാത്രമല്ല, അവരിൽ ഓരോരുത്തരുടെ മേലും പതിയുവാനിടയായി. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പതിഞ്ഞാൽ നിന്റെ അകത്ത് കിടക്കുന്ന ഭയം പുറത്തു പോകും. എന്തിനെയൊക്കെ ഭയപ്പെട്ട്, ജീവിതത്തെ ഭയപ്പെട്ട് പുറത്തു വരാൻ കഴിയാതെ അടച്ചിട്ട റൂമിൻ്റെ അകത്ത് കിടക്കുന്ന ചില വ്യക്തികൾ, ഡിപ്രഷൻ പോലെ ഭീതി, ഉറക്കമില്ലാത്ത രാത്രികൾ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂത് കൈമാറുമ്പോൾ തന്നെ വിശ്വസിക്ക്, നിന്റെ അകത്ത് പിശാചിട്ട ഭയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിന്നിൽ നിന്ന് പൊട്ടിച്ചു കളയും. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. സാന്നിധ്യം ജനത്തെ തൊടും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയത്തിൻ്റെ ആത്മാവ് പുറത്തു പോകും. യേശുവിൻ നാമത്തിൽ കർത്താവ് പറയുന്നു, നീ ഭയപ്പെട്ടിരിക്കുവാനല്ല, നീ പേടിച്ചിരിക്കുവാനല്ല, നിന്നെ ഒരു പരാക്രമശാലിയാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്നേ. അതേ, ഗിദെയോനെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞ്, ഭീരുവായി ഗിദെയോനെ എന്നല്ല, പരാക്രമശാലിയായ ഗിദെയോനെ. നിന്റെ വീട്ടുകാർ നിന്നെ വിളിക്കാത്ത പേര്, നിന്റെ നാട്ടുകാർ നിന്നെ കാണാത്ത ധൈര്യം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശത്തിന്റെ അകത്തുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, നിന്റെ അകത്തൊരു ധൈര്യമുണ്ട്, നിന്റെ അകത്തൊരു ബലമുണ്ട്. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി ഏറ്റെടുത്ത പത്രോസിനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ തന്നെ ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഈ പത്രോസ് എഴുന്നേൽക്കുകയാ. ഒരു വ്യക്തിയുടെ മുമ്പിൽ പോലും നേരോടെ നിൽക്കുവാൻ, നട്ടലോടെ നിൽക്കുവാൻ, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ ഭയപ്പെട്ട പത്രോസ്, നിനക്ക് ഇവിടെ നിന്ന് ഈ ധൈര്യം കിട്ടി? അവൻ പറയും, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകം. അതെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ധൈര്യശാലിയാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അസാധാരണമായി നിമിഷം കുഞ്ഞെ നിന്റെ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കർത്താവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പത്രോസും യോഹന്നാനും ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 3 സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് ചെല്ലുമ്പോൾ ദിനംപ്രതി ഭിക്ഷയാചിക്കുന്ന ഒരുവനെ അവിടെ കാണുകയുണ്ടായി. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, അനേകര കണ്ണുകളിൽ ഈ ബാലകൻ അല്ലെങ്കിൽ ഈ യൗവനക്കാരൻ വെളിപ്പെടാതിരിക്കുമ്പോൾ അഭിഷേകമുള്ള അവൻ്റെ കണ്ണുകളിൽ ഈ ബാലൻ, ഈ യൗവനക്കാരൻ വെളിപ്പെട്ടു. യെസ്, ഭയമില്ലാതെ, ഭീതിയില്ലാതെ പത്രോസ് യോഹന്നാനോടുകൂടെ ആ വിഷയത്തെ നോക്കി ഉച്ചത്തിൽ പറയാ, നീ ഞങ്ങളെ നോക്ക്, നീ ഞങ്ങളെ നോക്ക്. അതെ, ചില വിഷയങ്ങളെ ധൈര്യത്തോടെ നേരിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൂതിൽ കൂടെ നിങ്ങളെ സജ്ജരാക്കുകയാ. നീ ഭയപ്പെട്ടു പോയ വിഷയങ്ങൾ, പലരും മാറിപ്പോയ വിഷയങ്ങൾ, പലരും കൈവിട്ട വിഷയങ്ങൾ നേരിടത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഈ ദൂത് കേൾക്കുന്ന ചിലരുടെ മേൽ അസാധാരണമായി വെളിപ്പെടാൻ പോകുകയാ. പ്രിയപ്പെട്ടവരെ, ആ മുടന്തനെ എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ അവിടെ സംഭവിച്ചത് പട്ടണം ഇളകത്തക്ക നിലവാരത്തിലുള്ള ഒരു അസാധാരണ ദൈവപ്രവൃത്തിയാണ്. നിങ്ങൾക്കറിയാം, യോഹന്നാനും പത്രോസും തടവിലായി. അടുത്ത ദിവസങ്ങളിൽ അവരെ വിസ്തരിക്കണമെന്ന് ഒരു കൂട്ടം തീരുമാനിച്ചു. പ്രത്യേകിച്ച് യഹൂദന്മാർ അവർക്കെതിരായി എഴുന്നേറ്റ് വരാനിടയായി. എൻ്റെ അഭിഷേകത്തോടെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷേകത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, അകത്ത് ദൈവശക്തി വ്യാപരിക്കുന്ന ഒരുവനെ ഭയപ്പെടുത്തുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവർ, യെരൂശലേമിൽ നിന്ന് അവർ പത്രോസിനെയും യോഹന്നാനെയും പിടിച്ചു വെച്ച് അവരെ വിസ്തരിക്കണമെന്ന് ചിന്തിച്ച് അവർക്കെതിരെ ഗൂഢമായ നീക്കങ്ങൾ നടത്തി. അടുത്ത ദിവസങ്ങൾ അവരെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. ആ മുമ്പിൽ നിർത്തുമ്പോൾ അവർ ആരുടെ മുമ്പിലാണ് നിന്നത്? യേശു കർത്താവിനെ ഇല്ലാതാക്കുവാൻ മുമ്പിൽ നിന്ന ഹന്നാവിൻ്റെയും കയ്യഭാവിൻ്റെയും അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെ, ശാസ്ത്രിമാരുടെ, യെരൂശലേമിലെ യഹൂദന്മാരുടെ ഒരു കൂട്ടത്തിന്റെ നടുവിൽ പത്രോസും യോഹന്നാനും നിൽക്കുകയാ. ഭയപ്പെട്ടു പോകും. എന്താണ് കാരണം എന്നറിയാമോ? ഇവരായിരുന്നു ഇന്നലകളിൽ ഞങ്ങളുടെ യേശു കർത്താവിനെ ഇല്ലാതാക്കുവാൻ മുന്നിൽ നിന്നത്. കോടതികൾ ഒന്നൊന്നായി മാറി മാറി വിസ്തരിക്കപ്പെട്ട എൻ്റെ കർത്താവിനെ തകർക്കുന്നതിൽ മുമ്പിൽ നിന്ന വ്യക്തികളായിരുന്നു ഇവർ. വിശുദ്ധ ബൈബിൾ എന്താണ് പറഞ്ഞറിയാമോ? അവർ ആരെന്ന് അവർക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ നിന്ന് ഒന്നിച്ചു കൂടി. ആരൊക്കെ നിനക്കെതിരെ ഒന്നിച്ചു കൂടിയാലും, എവിടൊക്കെ നിന്ന് നിനക്കെതിരെ കൂട്ടമായി ആൾക്കാർ എഴുന്നേറ്റു വന്നാലും, അകത്ത് അഭിഷേകമുണ്ടോ നിന്നെ ഭയപ്പെടുത്തുവാൻ?
നിന്നെ പേടിപ്പിക്കുവാൻ, നിന്നെ ഓടിച്ചു കളയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്നേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യെരൂശലേമിൽ അവർ ഒന്നിച്ചുകൂടി. അപ്പോസ്തല പ്രവൃത്തി 4:6 വാക്യം, മഹാപുരോഹിതനായ ഹന്നാവ്, കയ്യഫാവും, യോഹന്നാനും, അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. അടുത്തത്, അവരെ നടുവിൽ നിർത്തി. ഒരു കൂട്ടത്തിന്റെ നടുവിൽ, നിസ്സാരന്മാരുടെ കൂട്ടത്തിന്റെ നടുവിലല്ല, സാധാരണക്കാരുടെ കൂട്ടത്തിന്റെ നടുവിലല്ല, ശക്തനായ വെല്ലുവിളികളുടെ നടുവിൽ. അതെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ നിനക്ക് നേരെ ഉയർന്നു വരും. ശക്തന്മാരെ നിനക്കെതിരെ എഴുന്നേറ്റ് വരും. അവരോട് പോരാടുവാൻ മാനുഷികമായ കരുത്ത് നിനക്ക് കാണത്തില്ല. പക്ഷേ അഭിഷേകത്തെ ചുമക്കുന്ന ദൈവത്തിനോട് ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നിന്റെ അകത്ത് തന്നിരിക്കുന്ന ഈ അഭിഷേകമുണ്ടല്ലോ, ശത്രുവിനെ ഭയപ്പെടുവാനല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ സുപുത്രന്റെ ആത്മാവിനെ തന്ന കർത്താവ് പറയുന്നത്, ഏതൊക്കെ വെല്ലുവിളികൾ ആരൊക്കെ നിനക്ക് നേരെ ഉയർത്തിയാൽ കുഞ്ഞേ, നീ തോറ്റുപോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു കൂട്ടത്തിന് നടുവിൽ പത്രോസ്, യോഹന്നാൻ നിൽക്കുകയാ. അവർ ചിന്തിച്ചു, ഇവരിപ്പോൾ ഭയപ്പെടും, ഇവർ നമ്മളെ പേടിക്കും. നമ്മുടെ പേരുകൾ കേൾക്കുമ്പോൾ, നമ്മുടെ പദവികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആരെന്നറിയുമ്പോൾ, നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നറിയുമ്പോൾ, ഇന്നലകളുടെ നമ്മുടെ സ്വഭാവങ്ങൾ, ഇന്നലകളിൽ നമ്മൾ ചെയ്ത വീര്യപ്രവൃത്തികൾ, അല്ലെങ്കിൽ ഇന്നലകൾ നമ്മൾ ക്രൂരമായി ഇവരുടെ ലീഡറോട്, യേശുവിനോട് ഇടപെട്ടത് പത്രോസ് യോഹന്നാനും അറിയുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ വിറയ്ക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഭയപ്പെടും എന്നൊക്കെ ഇവർക്ക് ചിന്തയുണ്ടായി. പക്ഷേ ചിന്തിച്ചതേ മാത്രം ബാക്കി. എന്താ വചനം പറഞ്ഞറിയാമോ? അവർ കണ്ടത് മറ്റൊന്നാണ്. അതെ, നീ പേടിക്കും, നീ ഭയപ്പെടുമെന്ന് ശത്രു വിചാരിക്കുന്ന ചില മേഖലകളിൽ നിന്നെ ധൈര്യത്തോടെ നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ തിരകളാൽ വലഞ്ഞ പടകിന്റെ അകത്ത്, അതെ, ഈ പത്രോസ് ഉണ്ടായിരുന്നു, ഈ യോഹന്നാൻ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, അവർ ഭയപ്പെട്ടു പോയില്ലേ? 4-ാം യാമത്തിൽ സംഭവിച്ചത് എന്താണ്? അവർ ഭയപ്പെട്ടു പോയില്ലേ? തണ്ടുവലച്ച് കുഴഞ്ഞില്ലേ? അവർക്കറിയാം യേശു ആ പടകിലില്ല. 2ാമത്തെ സംഭവത്തിൽ യേശു ആ പടകിലുണ്ട്. ആ 2 സംഭവത്തിലും അവർ ഭയപ്പെട്ടു. ഭൂതമെന്ന് കണ്ടവർ ഭയപ്പെട്ടു. 2ാമത്തെ സംഭവത്തിൽ അവർ നശിച്ചു പോകുമെന്ന് ചിന്തിച്ച് അവർ ഭയപ്പെട്ടു. അവർ അരുമനാഥനായ യേശു കർത്താവിനെ ഉണർത്തി. പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നോക്കിയേ, പത്രോസ് യോഹന്നാനും ഭയപ്പെടുന്നില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഭയം അവർക്ക് ഇന്നലകളിൽ ഉണ്ടായിരുന്നു. ഇന്നലകളിൽ കാറ്റിനെ അവർ ഭയപ്പെട്ടതാ, ഇന്നലകളിൽ കടലിനെ അവർ ഭയപ്പെട്ടതാ, ഇന്നലകളിൽ ശത്രുവിനെ, പിശാചിനെ അവർ ഭയപ്പെട്ടതാണ്. കടലിന്റെ മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് അതൊരു ഭൂതമെന്ന് കരുതി ഭയപ്പെട്ട ശിഷ്യന്മാരാണ്. ഇപ്പോൾ നോക്കിയേ, അവർ അകത്ത് വെളിപ്പെടുന്നത് ഭയമല്ല. അവർക്കെതിരെ നിൽക്കുന്ന ശക്തി ഏതാ? അവർക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളി ഏതാ? സാമ്രാജ്യ ശക്തികളുടെ വെല്ലുവിളി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിന്റെ നേരെ ഉയരുവാൻ സാധ്യതയില്ല, ജീവിതത്തിൽ ഒരിക്കലും ഇതുവരെ നിന്റെ നേരെ ഉയർന്നിട്ടില്ലാത്ത വെല്ലുവിളികളുടെ അകത്തുകൂടെ, നീ പോരാട്ടത്തിന്റെ അകത്തുകൂടെ ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അഭിഷേകം അകത്തുള്ള നിന്നെ തോൽപ്പിക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല കുഞ്ഞെ. ഇന്ന് രാത്രി ഞാൻ പറയാം, ശത്രു ഒന്ന് തിരിച്ചറിയും, നിന്റെ അകത്ത് ധൈര്യമുണ്ട്. ഇത് പഴയ പത്രോസ് അല്ല, ഇത് പഴയ യോഹന്നാനല്ല. ആ 4-ാം യാമത്തിൽ കടലിന്റെ നടുവിൽ സാത്താനാണെന്ന് പറഞ്ഞ് യേശുവിനെ കണ്ട് നിലവിളിച്ച പത്രോസ് അല്ലല്ലോ ഇത്. ഹലോ, ആ നടുക്കടലിൽ ചുഴലിക്കാറ്റിനാൽ അകപ്പെട്ടു പോയ ആ പടകിന്റെ അകത്ത് നിലവിളിച്ച് യേശുവിനെ ഉണർത്തി ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ പത്രോസ് അല്ലല്ലോ ഇത്. അതെ, ആൾ മാറിയവനെ പോലെ, ആൾ മാറിയവളെ പോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടുകയാ. വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് അറിയാമോ? അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ടു. അവർ
ധൈര്യം കണ്ടു. അതെ, ഇന്നലെകളിൽ ചില വിഷയത്തെ നേരിട്ടതുപോലെയല്ല ഇന്ന് മുതൽ, അടുത്ത നിമിഷം മുതൽ നീ ചില വിഷയങ്ങളെ നേരിടാൻ പോകുന്നത്. പ്രാർത്ഥിക്കാൻ പോകുക. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ഞാൻ ആത്മാവിൽ പറയാം, പ്രശ്നങ്ങളല്ല വലുത്, പ്രതികൂലങ്ങളല്ല വലുത്, പിശാചല്ല വലുത്, യേശു കർത്താവാണ് വലുത്. വാതിലടച്ച് യഹൂദന്മാരെ പേടിച്ചിരുന്ന തൊട്ടു മുമ്പിലത്തെ ചാപ്റ്ററുകളിൽ യഹൂദന്മാരെ ഭയപ്പെട്ട് പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിയേ, ശക്തരായ വെല്ലുവിളിച്ച് നിൽക്കുന്ന പ്രതിയോഗികളുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുകയാ. ഞാൻ ആത്മാവിൽ കാണുന്നു, ഇതുവരെ ഇല്ലാത്ത ബലം, ഇതുവരെ ഇല്ലാത്ത ധൈര്യം, ഇതുവരെ പറയാത്ത വാക്കുകൾ, ഇതുവരെ പോരാടാത്ത നിലവാരത്തിൽ പോരാട്ടങ്ങൾ കാഴ്ചവെക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാ. യേശുവിൻ നാമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി ഈ ജനത്തെ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവ് പുറത്തു പോ. വീരത്വത്തിന്റെ ആത്മാവ് പുറത്തു പോകട്ടെ, സംശയത്തിന്റെ ആത്മാവ് പുറത്തു പോകട്ടെ, നിരാശയുടെ വേരുകൾ യേശുവിൻ നാമത്തിൽ ഈ രാത്രി ഈ നിമിഷം ഞാൻ ക്യാൻസൽ ചെയ്യുകയാ. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ ധൈര്യം, അസാധാരണമായ ബലം, അസാധാരണമായ അഭിഷേകം ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ ഈ ജനത്തിൽ വെളിപ്പെട്ടു വരാൻ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏതൊക്കെ വെല്ലുവിളികൾ എവിടൊക്കെ നിന്ന് ഇവർക്ക് നേരെ ഉയർന്നു വന്നാലും ഇവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം കല്ലറകളെ ജയിച്ച്, സാമ്രാജ്യ ശക്തികളെ ജയിച്ച്, എല്ലാ നാമത്തിലും മീതെ നാമമെടുത്ത ഒരുവൻ ഞങ്ങളുടെ അകത്തുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ വലിയവൻ ഞങ്ങളുടെ അകത്തുണ്ട്. അതെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ അകത്ത് ജീവിക്കുന്നു. അതുകൊണ്ട് പിശാചേ, നിനക്ക് ഞങ്ങളെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. സാത്താനെ, നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ ഈ ജനം മുമ്പോട്ട് പോകുവാൻ ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യാം. യേശുവിൻ നാമത്തിൽ ഞാൻ ഇപ്പോൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അകത്ത് നിന്ന് അസാധാരണമായ ധൈര്യത്തെ ചിലർ കാണത്തക്ക നിലവാരത്തിൽ ദൈവം ഇവരെ തൊടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.